കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ആണ് കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സാധാരണയായിട്ട് കാണുന്നത് പെൽവിക് റീജിയനിലാണ്. അപ്പോൾ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ പെൽവിക് റീജിയൻ. പെൽവിക് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഹിപ്പ് റീജിയൻ ആയിട്ട് വരും. അപ്പോൾ ഹിപ്പ് റീജിയനിൽ കാണുന്ന ഒരു ഭാഗമാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമുക്കറിയാം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് യൂറിനേഷൻ കൂടിയുണ്ട് അതിന്റെ ഫംഗ്ഷൻ. അപ്പോൾ യൂറിനേഷൻ ആൻഡ് സെക്ഷുവൽ ആക്ടിവിറ്റി ഇത് രണ്ടും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനാണ്. സെക്ഷൽ ആക്ടിവിറ്റി ആൻഡ് ഇത് രണ്ടിലും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് സെയിം ഗ്ലാൻസ് ആയതുകൊണ്ട്, ഏകദേശം സെയിം ഗ്ലാൻസ് ആണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് സെക്ഷൽ ആക്ടിവിറ്റി ആൻഡ് യൂറിനേഷൻ വരുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ രീതിയിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കൂടുതലും റീപ്രൊഡക്റ്റീവ് പാർട്സുകൾ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡിയാണ് കാണുന്നത്. ഔട്ട്സൈഡ് കാണുന്ന പാർട്ടുകളിൽ ഒന്ന് പെനിസ് ആണ്, ദെൻ സ്ക്രോട്ടം, ദെൻ ടെസ്റ്റിസ്. ഇത്രയും പാർട്സുകൾ ബോഡിക്ക് ഔട്ട്സൈഡ് ആയിട്ട് കാണുക. ഇനി ഇൻസൈഡ് കാണുന്നതാണ് വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾ, ഇനി ബൾബോ യുറേറ്റർ ഗ്ലാൻഡ്, ആൻഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇത്രയും പാർട്ടുകൾ കാണുന്നത് നമ്മുടെ ഇൻസൈഡ് ഓഫ് ദ ബോഡി